പ്രിയമുള്ള വിദ്യാർത്ഥികളെ, എല്ലാവരെയും കൊമേഴ്സ് ട്യൂട്ടർ വീഡിയോസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ക്ലാസ് 12 ബിസിനസ് സ്റ്റഡീസിൻ്റെ 6ാമത്തെ ചാപ്റ്റർ സ്റ്റാഫിംഗ്, ഇതിൻ്റെ 6ാമത്തെ പാർട്ടാണ് ചർച്ച ചെയ്യുന്നത്. സ്റ്റാഫിംഗ് എന്നുള്ള പാഠത്തിൻ്റെ ഏറ്റവും അവസാന വീഡിയോ കൂടിയാണിത്. എല്ലാവരെയും പുതിയ വീഡിയോ ഭാഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്റ്റാഫിംഗ് എന്നുള്ള പാഠത്തിൻ്റെ ഏറ്റവും അവസാന ടോപ്പിക്ക്, സ്റ്റാഫിങ്ങിൻ്റെ 3ാമത്തെ പ്രധാനപ്പെട്ട എലമെൻ്റായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്നുള്ള ഏരിയയാണ്. പരിശീലനവും വികസനവും. These two are somewhat related terms, training and development. Here, training means the art of increasing knowledge and skill of an employee for doing a job. Training എന്ന് പറയുന്നത് it is the art of increasing knowledge and skill. അറിവും ശേഷിയും വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു പ്രത്യേക ജോലി ചെയ്യുന്നതിനുള്ള അറിവും ശേഷിയും വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉതകുന്ന കാര്യങ്ങളാണ് ട്രെയിനിങ്ങിൽ നൽകുന്നത്, പരിശീലനം നൽകുക. ആ ജോലിയിൽ കൂടുതൽ അറിവും കഴിവും ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പരിശീലനം നൽകുന്നത്. സോ ട്രെയിനിങ് ഈസ് ദ ആർട്ട് ഓഫ് ഇൻക്രീസിങ് നോളജ് ആൻഡ് സ്കിൽ ഓഫ് ആൻ എംപ്ലോയി ഫോർ ഡൂയിങ് എ ജോബ്. ഒരു പ്രത്യേക ജോലി ചെയ്യുന്നതിനുള്ള അറിവും കഴിവും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നൽകുന്ന ഒരു കാര്യമാണ് പരിശീലനം, ട്രെയിനിങ്. എന്നാൽ ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഓവറോൾ ഗ്രോത്ത് ഓഫ് ആൻ എംപ്ലോയി. അയാളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് കൂടിയാണ് അതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. സോ ഡെവലപ്മെൻറ്റ് സിംപ്ലി മീൻസ് ഗ്രോത്ത് ഓഫ് ആൻ എംപ്ലോയി ഇൻ ഓൾ റെസ്പെക്ട്സ്. അയാളുടെ ഓവറോൾ പേഴ്സണാലിറ്റി ഡെവലപ്മെൻ്റ് ആണ് ഡെവലപ്മെൻറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഥവാ വികസനം എന്ന് പറയുന്നത് വ്യക്തിത്വ വികസനമാണ്. ആ സ്ഥാപനത്തിനും ഈ സമൂഹത്തിനും ഉതകുന്നൊരു വ്യക്തിയായിട്ട് അയാളെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഡെവലപ്മെൻ്റ് ലക്ഷ്യം. സോ ഡെവലപ്മെൻറ്റ് മീൻസ് ഗ്രോത്ത് ഓഫ് ആൻ എംപ്ലോയി ഇൻ ഓൾ ആസ്പെക്ട്സ്. The overall personality development of a person is called development. So development is an ongoing process. അത് പെട്ടെന്ന് അവസാനിക്കുന്ന ഒരു കാര്യമല്ല. പരിശീലനം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ജോബിൽ ഉള്ള അറിവും കഴിവും വർദ്ധിപ്പിക്കാനാണെങ്കിൽ അതൊരു ഷോർട്ട് ടൈമിലേക്ക് നമുക്ക് പൂർത്തിയാക്കാൻ കഴിയുന്നതാണ്. എന്നാൽ വ്യക്തിത്വ വികസനം എന്ന് പറയുന്നത് ഒരു ഓൺ ഗോയിങ് പ്രോസസ്സാണ്. ജീവിതകാലം മുഴുവനും തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. സോ ഡെവലപ്മെൻറ്റ് ഈസ് ആൻ ഓൺ ഗോയിങ് പ്രോസസ് ആൻഡ് എയിംഡ് അറ്റ് ദ ഓവറോൾ ഗ്രോത്ത്, എസ്പെഷ്യലി ദ പേഴ്സണാലിറ്റി ഓഫ് ആൻ ഇൻഡിവിജ്വൽ. അപ്പോൾ ഒരു വ്യക്തിയുടെ ഓവറോൾ ഗ്രോത്താണ് ഡെവലപ്മെൻറ്റിലൂടെ ഉദ്ദേശിക്കുന്നത്, എസ്പെഷ്യലി ദ പേഴ്സണാലിറ്റി ഓഫ് ആൻ ഇൻഡിവിജ്വൽ. അപ്പോൾ അവിടെ വ്യക്തിത്വ വികസനമാണ് ഡെവലപ്മെൻറ്റിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പോൾ രണ്ടിലൂടെയും ഒരുപാട് പുതിയ കാര്യങ്ങൾ വ്യക്തികൾ പഠിക്കുന്നു, അല്ലെ ജീവനക്കാർ പഠിക്കുന്നുണ്ട്. എന്നാൽ രണ്ടും തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളുമുണ്ട്. സോ വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്? പരിശീലനവും വികസനവും അതിൻ്റെ പ്രാധാന്യം എന്താണ്? അതിൻ്റെ ആവശ്യകത എന്താണ്? വാട്ട് ഈസ് ദ നീഡ് ഫോർ ഗിവിങ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് ടു എംപ്ലോയീസ്? ജീവനക്കാർക്ക് പരിശീലനവും വ്യക്തിത്വ വികസനവും നൽകുന്നതിൻ്റെ ആവശ്യകത എന്താണ്? അതിൻ്റെ പ്രാധാന്യം എന്താണ്? പരിശീലനവും വികസനവും ഒരേ സമയത്ത് സ്ഥാപനത്തിനും എംപ്ലോയീസിനും ഗുണകരമാണ്. ആദ്യമായിട്ട് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റിലൂടെ ഓർഗനൈസേഷൻ ലഭിക്കുന്നതെന്ന് നോക്കാം. ഒരേ സമയത്ത് ഓർഗനൈസേഷനും ആ ഇൻഡിവിജ്വൽ എംപ്ലോയിക്കും ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റിലൂടെ ഗുണങ്ങളുണ്ട്. So firstly about the benefits of training and development to
ദ ഓർഗനൈസേഷൻ, ആ ട്രെയിനിങ് കൊടുക്കുന്ന സ്ഥാപനത്തിനും ചില ഗുണങ്ങൾ ലഭിക്കുന്നുണ്ട്. ഫസ്റ്റ്ലി, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് വിൽ ഹെൽപ്പ് ടു റെഡ്യൂസ് ദ വേസ്റ്റേജസ്. കാരണം കൃത്യമായിട്ട് പരിശീലനം ലഭിക്കുകയാണെങ്കിൽ മിഷൻസ്, മെറ്റീരിയൽസ് ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ എഫിഷ്യൻ്റായിട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി അവർ പഠിക്കുകയും അതിലൂടെ വേസ്റ്റേജസ് അവോയ്ഡ് ചെയ്യാനും കഴിയുന്നു. സോ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഹെൽപ്സ് ടു റെഡ്യൂസ് ദ വേസ്റ്റേജസ്. അപ്പോൾ സ്ഥാപനത്തിന് അത് ഗുണകരമാണ്. ആൻഡ് മോർ ഓവർ, സെക്കൻഡ്ലി, ഇറ്റ് എൻഹാൻസ് ദ പ്രൊഡക്ടിവിറ്റി. ഇറ്റ് ഹെൽപ്സ് ടു ഇൻക്രീസ് ദ പ്രൊഡക്ടിവിറ്റി. സയൻറ്റിഫിക്കായിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്നതിലൂടെ പ്രൊഡക്ടിവിറ്റി ബിസിനസ്സിൻ്റെ വർദ്ധിപ്പിക്കാൻ കഴിയുന്നു. അപ്പോൾ ഓർഗനൈസേഷൻ്റെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനും ട്രെയിനിങ്ങിലൂടെ സാധ്യമാണ്. മോറോവർ, ഇറ്റ് എക്യുപ്സ് ദ ഫ്യൂച്ചർ മാനേജേഴ്സ്. തേർഡ്ലി സ്പീക്കിംഗ്, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് എക്യുപ്സ് ദ ഫ്യൂച്ചർ മാനേജേഴ്സ്. അപ്പോൾ ഫ്യൂച്ചർ മാനേജേഴ്സിനെ വളർത്തിക്കൊണ്ട് വരുന്നതിൽ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റിന് നിർണായകമായ പങ്കുണ്ട്. മോറോവർ, ഇറ്റ് റെഡ്യൂസസ് ദ ആബ്സെൻറ്റീസം ആൻഡ് എംപ്ലോയി ടേൺ ഓവർ. കൃത്യമായിട്ട് പരിശീലനം കിട്ടുന്നില്ല എങ്കിൽ ജോലി ചെയ്യുന്നതിനൊരു വിമുഖത ജീവനക്കാർ കാണിക്കാറുണ്ട്. അപ്പോൾ ജീവനക്കാരുടെ ആബ്സെൻറ്റീസവും അല്ലെങ്കിൽ ജീവനക്കാർ സ്ഥാപനത്തിൽ നിന്നും അടിക്കടി മാറിക്കൊണ്ട് പോകുന്നതും ഒഴിവാക്കാൻ വേണ്ടി കൃത്യമായിട്ട് പരിശീലനവും വ്യക്തിത്വ വികസന പ്രോഗ്രാമുകളും നൽകുന്നത് നല്ലതാണ്. സോ ഇറ്റ് ഹെൽപ്സ് ടു റെഡ്യൂസ് ആബ്സെൻറ്റിസം ആൻഡ് എംപ്ലോയീസ് ടേൺ ഓവർ. എംപ്ലോയീസ് ടേൺ ഓവർ ഏറ്റവും മിനിമം ആയിരിക്കണം. ജീവനക്കാർ അടിക്കടി മാറിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ സ്ഥാപനത്തിനൊരു കണ്ടിന്യൂറ്റി ലഭിക്കില്ല, അല്ലെങ്കിൽ സ്ഥാപനത്തിൻ്റെ പ്രൊഡക്ടിവിറ്റി അത് സാരമായിട്ട് ബാധിക്കും. അപ്പോൾ എംപ്ലോയീസ് ടേൺ ഓവർ എപ്പോഴും ലോ ആയിട്ട് നിലനിർത്തേണ്ടതുണ്ട്. അപ്പോൾ ജീവനക്കാരിലെ ആബ്സെൻറ്റീസും കുറയ്ക്കുന്നതിനും എംപ്ലോയീസ് ടേൺ ഓവർ കുറയ്ക്കുന്നതിനുമൊക്കെ കൃത്യമായിട്ടുള്ള ട്രെയിനിങ് ഉപകരിക്കുന്നുണ്ട്. ദെൻ ലാസ്റ്റ്ലി, ഇഫക്റ്റീവ് റെസ്പോൺസ് ടുവേർഡ്സ് ചേഞ്ചിങ് എൻവയോൺമെൻറ്റ്. അപ്പോൾ മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ അല്ലെങ്കിൽ മാറ്റങ്ങളെ എതിർക്കാതിരിക്കാനും കൃത്യമായിട്ട് ട്രെയിനിങ് കൊടുക്കേണ്ടത് ആവശ്യമാണ്. പുതിയ ടെക്നോളജി വരുമ്പോൾ ജീവനക്കാർക്ക് ട്രെയിനിങ് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും ആ പുതിയ ടെക്നോളജിയിൽ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു താല്പര്യം ജീവനക്കാർക്കുണ്ടാകുന്നു. എന്നാൽ സ്ഥാപനത്തിൽ പുതിയ സാങ്കേതികവിദ്യ നടപ്പിലാക്കിയെങ്കിലും ജീവനക്കാർക്ക് പരിശീലനം നൽകുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ജീവനക്കാരുടെ ഭാഗത്തു നിന്നും ശക്തമായ എതിർപ്പുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മാറ്റങ്ങൾക്ക് എതിരെ പ്രതികരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇഫക്റ്റീവ് റെസ്പോൺസ് ടുവേർഡ്സ് ചേഞ്ചിങ് എൻവയോൺമെൻറ്റ്, മാറ്റങ്ങളോട് അനുഗുണമായിട്ട് പ്രതികരിക്കാൻ അല്ലെങ്കിൽ അനുകൂലമായിട്ട് പ്രതികരിക്കാൻ വേണ്ടിയിട്ട് ട്രെയിനിങ് ഏറെ സഹായകരമാണ്. സോ ദീസ് ഓൾ ആർ ദ ബെനഫിറ്റ്സ് ഓഫ് ട്രെയിനിങ് ടു ദ ഓർഗനൈസേഷൻ. സോ ട്രെയിനിങ് നോട്ട് ഓൺലി ഹെൽപ്സ് ദ ഓർഗനൈസേഷൻ ബട്ട് ഓൾസോ ഇറ്റ് ഈസ് ബെനഫിറ്റഡ് ടു ദ ഇൻഡിവിജ്വൽ എംപ്ലോയി. അവിടുത്തെ ജീവനക്കാർക്കും ട്രെയിനിങ് കൊണ്ട് പ്രയോജനമുണ്ട്. ഫസ്റ്റ്ലി, ബെറ്റർ കരിയർ പ്രോസ്പെക്ട്സ് ത്രൂ ഇംപ്രൂവ്മെൻറ്റ് ഇൻ സ്കിൽസ് ആൻഡ് നോളജ്. അപ്പോൾ അവിടെ കരിയർ പ്രോസ്പെക്ട്സ്, തൻ്റെ തൊഴിൽ മേഖലയിൽ ഉന്നതി ലഭിക്കാൻ അല്ലെങ്കിൽ തനിക്ക് തൻ്റെ കരിയറിൽ ഉയർച്ച ലഭിക്കാൻ വേണ്ടിയിട്ട് ഏറെ സഹായകരമാണ് ട്രെയിനിങ്. നമുക്കറിയാം, ട്രെയിനിങ് കിട്ടുന്ന ജീവനക്കാർക്ക് തീർച്ചയായിട്ടും എന്താണ് തൻ്റെ കരിയറിൽ ഉയർന്ന തലങ്ങളിലുള്ള നിയമനം ലഭിക്കാൻ അവസരമൊരുക്കുന്നുണ്ട്. മോറോവർ, ഇറ്റ് ഹെൽപ്സ് ഹയർ ഏണിങ്സ് ത്രൂ ബെറ്റർ പെർഫോമൻസ്. ട്രെയിനിങ് കിട്ടിയ ആൾ തീർച്ചയായിട്ടും അവരുടെ പ്രൊഡക്ടിവിറ്റി കൂടുതലായിരിക്കും, അവരുടെ പെർഫോമൻസ് കൂടുതൽ മെച്ചപ്പെട്ടതായിരിക്കും. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും കൂടുതൽ വേതനത്തിന് അവർക്ക് അർഹത ലഭിക്കുന്നു. ഹയർ ഏണിങ്സ് ത്രൂ ബെറ്റർ പെർഫോമൻസ്. അപ്പോൾ തൊഴിൽ സ്ഥലത്ത് കൂടുതൽ കാര്യക്ഷമമായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് കൂടുതൽ വേതനം ലഭിക്കുന്നതിനും ട്രെയിനിങ് സഹായിക്കുന്നുണ്ട്. ലെസ് ആക്സിഡൻറ്റ്സ് ഡ്യൂ ടു ഹയർ എഫിഷ്യൻസി. റിസ്ക് കുറവാണ് ട്രെയിനിങ് കിട്ടിക്കഴിഞ്ഞാൽ. പ്രത്യേകിച്ചും എന്താണ് ഡേഞ്ചറസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിലെ ജോബ് പെർഫോം ചെയ്യുന്നവർ അല്ലെങ്കിൽ കൂടുതൽ റിസ്ക്കുള്ള ജോലികൾ ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് കൃത്യമായിട്ട് ട്രെയിനിങ് കിട്ടിക്കഴിഞ്ഞാൽ ആക്സിഡൻറ്റുകൾ കുറയ്ക്കാൻ കഴിയും. അവിടെ പേഴ്സണൽ ആക്സിഡൻറ്റും ഇഞ്ചുറീസും അതോടുകൂടി എന്താണ് അവോയ്ഡ് ചെയ്യാൻ കഴിയുന്നുണ്ട്. ആൻഡ് ലാസ്റ്റ്ലി, ഇൻക്രീസ്ഡ് എംപ്ലോയി മൊറൈൽ ആൻഡ് ജോബ് സാറ്റിസ്ഫാക്ഷൻ. പരിശീലനം ലഭിച്ചവർക്ക് തീർച്ചയായിട്ടും സ്ഥാപനത്തിനോട് കൂടുതൽ കൂറും വിശ്വസ്തതയും ആത്മാർത്ഥതയും തൻ്റെ ജോലിയിൽ കാണിക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ജോബ് സാറ്റിസ്ഫാക്ഷൻ എംപ്ലോയീസിന് ട്രെയിനിങ്ങിലൂടെ ലഭിക്കുന്നു.
അപ്പോൾ ഒരേ സമയത്ത് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷനും അവിടുത്തെ ജീവനക്കാർക്കും ഗുണകരമാണ്. ദെൻ നെക്സ്റ്റ് അബൌട്ട് വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ രണ്ട് പ്രവർത്തനങ്ങളിലൂടെയും ട്രെയിനിങ്ങിലൂടെയും ഡെവലപ്മെൻറ്റിലൂടെയും ജീവനക്കാർക്ക് ഒരുപാട് അറിവുകൾ ലഭിക്കുന്നുണ്ട്. അപ്പോൾ എന്നാൽ അത് തമ്മിൽ പ്രാഥമികമായിട്ടും ചില വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. There are some basic differences between training and development. എന്തൊക്കെയാണ് ആ വ്യത്യാസങ്ങൾ നോക്കാം. ട്രെയിനിങ് ഈസ് ആൻ ഓർഗനൈസ്ഡ് ആക്ടിവിറ്റി ഓഫ് ഇൻക്രീസിങ് നോളജ് ആൻഡ് സ്കിൽസ്. അറിവും ശേഷിയും വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ്. അങ്ങനെയുള്ള ഒരു ഓർഗനൈസ്ഡ് ആക്ടിവിറ്റിയാണ് ട്രെയിനിങ്. ബട്ട് ഡെവലപ്മെൻറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ലേണിംഗ് ആൻഡ് ഗ്രോത്ത്. അപ്പോൾ വ്യക്തിത്വ വികസനത്തിൽ ആ വ്യക്തിയെ കൂടുതൽ മികവുറ്റ എംപ്ലോയി ആക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഡെവലപ്മെൻറ്റ് നൽകുന്നത്. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ലേണിംഗ് ആൻഡ് ഗ്രോത്ത്. ദെൻ സെക്കൻഡ്ലി, ട്രെയിനിങ് എനേബിൾസ് ദ എംപ്ലോയീസ് ടു ഡു ദ ജോബ് ബെറ്റർ. ആ ജോലി കൂടുതൽ നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രെയിനിങ് സഹായിക്കുന്നത്. അയാൾ ഏത് ജോലിയാണോ ചെയ്യുന്നത് ആ ജോലിയിലുള്ള പരിശീലനമാണ് ആ ജീവനക്കാരന് നൽകുന്നത്. അതുകൊണ്ട് ആ ജോലി കൂടുതൽ മികവുറ്റ രീതിയിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ട്രെയിനിങ് സഹായിക്കുന്നത്. ബട്ട് ഡെവലപ്മെൻറ്റ് എനേബിൾസ് ദ ഓവറോൾ ഗ്രോത്ത് ഓഫ് ആൻ എംപ്ലോയി. ഒരു ജീവനക്കാരൻ്റെ ഓവറോൾ ഡെവലപ്മെൻറ്റാണ്, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ മികവുറ്റ പെരുമാറ്റ രീതികളും ശൈലികളുമാണ് അതിലൂടെ ഉണ്ടാകുന്നത്. അപ്പോൾ വ്യക്തിത്വ വികസനമാണ് തീർച്ചയായിട്ടും ഡെവലപ്മെൻറ്റിലൂടെ ഉണ്ടാകുന്നത്. ഇറ്റ് എനേബിൾസ് ദ ഓവറോൾ ഗ്രോത്ത് ഓഫ് ആൻ എംപ്ലോയി. ആ ജീവനക്കാരൻ്റെ സമൂലമായിട്ടുള്ള ഒരു പരിവർത്തനമാണ് ഡെവലപ്മെൻറ്റിലൂടെ സാധ്യമാകുന്നത്. ആൻഡ് തേർഡ്ലി, ട്രെയിനിങ് ഹാസ് ഓൺലി എ ലിമിറ്റഡ് സ്കോപ്പ്. കാരണം ആ ജോലി, ആ വർക്ക് പഠിപ്പിക്കുക മാത്രമാണ് അതിലൂടെ ചെയ്യുന്നത്. ആ ജോലി ചെയ്യാൻ അയാളെ പരിശീലിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. എന്നാൽ ഡെവലപ്മെൻറ്റ് ഹാസ് എ വൈഡർ സ്കോപ്പ്. ഇറ്റ് ഈസ് എ വൈഡർ ടേം ആൻഡ് ഇൻക്ലൂഡ്സ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. അപ്പോൾ ഡെവലപ്മെൻ്റ് ഒരു ഭാഗം ട്രെയിനിങ് ആണ്. ആൻഡ് ഓൾസോ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ അവിടെ നടക്കുന്നുണ്ട്. സോ ഡെവലപ്മെൻറ്റ് ഹാസ് എ വൈഡർ സ്കോപ്പ്. ഇറ്റ് ഈസ് എ വൈഡർ ടേം ആൻഡ് ഇൻക്ലൂഡ്സ് ബോത്ത് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. ആൻഡ് ലാസ്റ്റ്ലി, ട്രെയിനിങ് ഈസ് എ ജോബ് ഓറിയൻറ്റഡ് പ്രോസസ്സ്. ഒരു ജോബ് ഓറിയൻറ്റഡ് പ്രോസസ്സാണ് എന്ത്? ട്രെയിനിങ്. എന്നാൽ ഡെവലപ്മെൻറ്റോ ആ തൊഴിൽ മേഖലയിൽ പ്രാവീണ്യം ലഭിക്കുക എന്നുള്ളതാണ്. ആ തൊഴിൽ മേഖലയിൽ അയാൾക്ക് വളർച്ച ഉണ്ടാകുക. സോ ഇറ്റ് ഈസ് എ കരിയർ ഓറിയൻറ്റഡ് പ്രോസസ്സ്. ട്രെയിനിങ് എന്ന് പറയുന്ന ജോബിൽ ഓറിയൻറ്റഡ് ആണ്, അയാൾ ചെയ്യുന്ന ജോലിയിൽ. എന്നാൽ തൻ്റെ തൊഴിൽ മേഖലയിൽ കൂടുതൽ ഉയരങ്ങൾ താണ്ടാൻ വേണ്ടി സഹായിക്കുന്ന ഡെവലപ്മെൻറ്റാണ്. അതോടൊപ്പം തന്നെ ട്രെയിനിങ് എന്ന് പറയുന്നത് സാധാരണ വർക്കേഴ്സിന്, സാധാരണ ടെക്നിക്കലായിട്ടുള്ള സ്റ്റാഫിന് കൊടുക്കുന്ന ഒരു കാര്യമാണ് ട്രെയിനിങ് എന്ന് പറയുന്നത്. ക്വയറ്റ് ടെക്നിക്കലാണ്. എന്നാൽ ഡെവലപ്മെൻറ്റോ മാനേജീരിയൽ പേഴ്സണാണ് കൂടുതലും ഡെവലപ്മെൻറ്റ് സാധാരണ കൊടുക്കാറുള്ളത്. പരിശീലനം സാധാരണ ടെക്നിക്കലായിട്ടുള്ള ജീവനക്കാർക്ക് നൽകുന്നതാണെങ്കിൽ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് കൂടുതൽ ആർക്കാണ് കൊടുക്കുക? മാനേജീരിയൽ സ്റ്റാഫിനാണ് കൊടുക്കുക. വേണമെങ്കിൽ ട്രെയിനിങ് എന്ന് പറയുന്ന ഒരു ഷോർട്ട് ടൈം പ്രോസസ്സായിട്ട് പറയാം. ഡെവലപ്മെൻറ്റോ ഒരു ലോങ് ടൈം പ്രോസസ്സാണ്. ഇതൊക്കെ പ്രധാന വ്യത്യാസങ്ങളായിട്ട് ട്രെയിനിങ്ങും ഡെവലപ്മെൻറ്റും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങളായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഏറ്റവും കുറഞ്ഞത് 4 വ്യത്യാസങ്ങളെങ്കിലും ഓർത്ത് വെക്കുക. സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്. ദെൻ next about the different training methods. There are different training methods adopted by business organizations. പലതരത്തിലുള്ള ട്രെയിനിങ് രീതികൾ അവലംബിക്കാറുണ്ട് ബിസിനസ് സ്ഥാപനങ്ങൾ. പ്രധാനമായിട്ടും 2 രീതിയിലുള്ള ട്രെയിനിങ് ആണ് നൽകാറുള്ളത്. ഫസ്റ്റ് വൺ ഈസ് ഓൺ ദ ജോബ് ട്രെയിനിങ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് ദ ഓഫ് ദ ജോബ് ട്രെയിനിങ്. അപ്പോൾ ബ്രോഡ്ലി സ്പീക്കിംഗ്, training methods are classified into 2.
ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡ്സ് ആൻഡ് ഓൾസോ ഓഫ് ദ ജോബ് ട്രെയിനിങ് മെത്തേഡ്സ്. അപ്പോൾ ജോലി സ്ഥലത്തുള്ള പരിശീലനമാണ് ഓൺ ദ ജോബ് ട്രെയിനിങ് എന്ന് പറയുന്നത്. എന്നാൽ ഓഫ് ദ ജോബ് എന്ന് പറയുമ്പോൾ ജോലി സ്ഥലത്തിന് വെളിയിലുള്ള പരിശീലനമാണ്. അപ്പോൾ ജോലി സ്ഥലത്ത് നൽകുന്ന പരിശീലനവും ജോലി സ്ഥലത്തിന് പുറത്ത് നൽകുന്ന പരിശീലനമെന്നും നമുക്ക് പൊതുവായിട്ട് പരിശീലന രീതികളെ തരംതിരിക്കാൻ കഴിയും. സോ ദർ ആർ ടു ബ്രോഡ് മെത്തേഡ്സ് ഓഫ് ട്രെയിനിങ്. ഫസ്റ്റ് വൺ ഈസ് ഓൺ ദ ജോബ് ട്രെയിനിങ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഓഫ് ദ ജോബ് ട്രെയിനിങ്. അപ്പോൾ തൊഴിൽ ചെയ്യുന്ന സ്ഥലത്ത് തന്നെ പരിശീലനം കൊടുക്കുകയാണെങ്കിൽ അത് ഓൺ ദ ജോബ് ട്രെയിനിങ് ആണ്. എന്നാൽ തൊഴിലിടത്തിന് വെളിയിൽ, തൊഴിൽ ചെയ്യുന്ന സ്ഥലത്തിന് വെളിയിൽ വെച്ചാണ് ട്രെയിനിങ് കൊടുക്കുന്നതെങ്കിൽ അത് ഓഫ് ദ ജോബ് ട്രെയിനിങ് ആണ്. സോ ദ ഫോർമർ, ദാറ്റ് ഈസ് ഓൺ ദ ജോബ് ട്രെയിനിങ് മീൻസ് ലേണിംഗ് വൈൽ ഡൂയിങ്. ജോലി ചെയ്തുകൊണ്ട് തന്നെ പഠിക്കുകയാണ് അയാൾ ചെയ്യുന്നത്. ലേണിംഗ് വൈൽ ഡൂയിങ് ആണ്. വൈൽ ദ ലേറ്റർ, ദാറ്റ് ഈസ് ഓഫ് ദ ജോബ് ട്രെയിനിങ് മീൻസ് ലേണിംഗ് ബിഫോർ ഡൂയിങ്. ആദ്യം തന്നെ പരിശീലനം പൂർത്തിയാക്കിയതിന് ശേഷം ജോലി ചെയ്യുന്ന രീതിയാണ് അവിടെയുള്ളത്. ഓഫ് ദ ജോബിൽ ആദ്യം പരിശീലനം നേടുന്നു, അതിനുശേഷം ജോലിയിൽ പ്രവേശിക്കുന്നു, അല്ലെങ്കിൽ ജോലി ചെയ്യാൻ ആരംഭിക്കുന്നു. എന്നാൽ ഓൺ ദ ജോബ് ട്രെയിനിങ് ആകുമ്പോൾ എന്താണ്, ജോലി ചെയ്തുകൊണ്ട് തന്നെ അവിടെ എന്താണ്, അല്ലെങ്കിൽ ആ ജോബിൽ എൻഗേജ് ചെയ്തുകൊണ്ട് തന്നെ, ആ വർക്കിൽ എൻഗേജ് ചെയ്തുകൊണ്ട് തന്നെ പഠിക്കുകയാണ്. ആദ്യമായിട്ട് നമുക്ക് ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡ്സിനെ കുറിച്ച് കാണാം. തൊഴിൽ സ്ഥലത്ത് തന്നെ പരിശീലനം കൊടുക്കുന്ന രീതിയാണ് അതുള്ളത്. ജോലി ചെയ്യുമ്പോൾ തന്നെ പരിശീലനവും അതിൻ്റെ കൂടെ നൽകുന്നു. ഓൺ ദ ജോബ് ട്രെയിനിങ് ആണ്. സോ അബൌട്ട് ദ ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡ്സ്. ഓൺ ദ ജോബ് ട്രെയിനിങ് റെഫേഴ്സ് ടു the method that are applied to the workplace while the employee is actually working. എംപ്ലോയി ജോലി ചെയ്യുമ്പോൾ തന്നെ അയാൾക്ക് പരിശീലനം കൊടുക്കുന്നു. ജോലി ചെയ്യിപ്പിച്ചുകൊണ്ട് തന്നെ പരിശീലനം നൽകുന്ന രീതിയാണ് ഓൺ ദ ജോബ് ട്രെയിനിങ്ങിലുള്ളത്. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡ്സ്? പ്രധാനപ്പെട്ട ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡ്സിനെ കുറിച്ചാണ് തുടർന്ന് നമ്മൾ വിശദമായിട്ട് കാണുന്നത്. സോ ഫസ്റ്റ്ലി അബൌട്ട് അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാംസ്. അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് എന്ന് വിശേഷിപ്പിക്കുന്ന ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡിൽ ഇമ്പാർട്ടിംഗ് നോളജ് ആൻഡ് സ്കിൽ ഇൻ ഡൂയിങ് എ ജോബ്. ഹിയർ ദ ട്രെയിനിങ് ഈസ് പുട്ടിംഗ് അണ്ടർ ദ സൂപ്പർവിഷൻ ഓഫ് ആൻ എക്സ്പീരിയൻസ്ഡ് പേഴ്സൺ. അപ്പോൾ വിദഗ്ധരുടെ കീഴിൽ അവിടെ ജീവനക്കാരെ പ്ലേസ് ചെയ്തുകൊണ്ട് പരിശീലനം നൽകുന്ന, തൊഴിൽ സ്ഥലത്ത് തന്നെ പരിശീലനം കൊടുക്കുന്ന രീതിയാണ്. പ്രത്യേകിച്ചും ടെക്നിക്കൽ സ്റ്റാഫിന് ഇലക്ട്രിക്കൽ ജോലികൾ, പ്ലംബിംഗ് ജോലികൾ, അങ്ങനെയൊക്കെയുള്ള ജീവനക്കാർക്ക് പ്രാഥമിക പരിശീലനം കൊടുക്കുന്നത് തൊഴിൽ സ്ഥലത്ത് തന്നെ വിദഗ്ധരുടെ, അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൽ വളരെ മികവുറ്റ ആൾക്കാരുടെ കീഴിൽ പ്രവർത്തിച്ചുകൊണ്ടാണ്. ഹിയർ ഈച്ച് ട്രെയിനി ഈസ് പുട്ട് അണ്ടർ സം എക്സ്പേർട്ട് സ്റ്റാഫ്. അവിടെ വളരെ വിദഗ്ധരായിട്ടുള്ള മേലുദ്യോഗസ്ഥരുടെ കീഴിൽ പരിശീലനം നേടുന്ന രീതിയാണത്. അപ്രൻറ്റീസായിട്ട് സ്ഥാപനത്തിൽ ജീവനക്കാരെ എടുക്കാറുണ്ട്, അല്ലെങ്കിൽ അതിനാണ് ട്രെയിനീസ് എന്ന് പറയുക. അവരെ ട്രെയിനി ആയിട്ട് ജീവനക്കാരെ സ്വീകരിക്കുന്നു. അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാമുകൾക്ക് സ്റ്റൈഫൻഡായിട്ട് തുക നൽകാറുണ്ട്. ഒരു വേതന തുക അല്ലെങ്കിൽ ചെറിയ തുക സ്റ്റൈഫൻഡായിട്ട് ജീവനക്കാർക്ക് നൽകാറുമുണ്ട്. അപ്പോൾ അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാം ഓൺ ദ ജോബ് ട്രെയിനിങ് രീതിയാണ്. സാധാരണഗതിയിൽ കമ്പനികളൊക്കെ അപ്രൻറ്റീസുകളായിട്ട്, ട്രെയിനീസായിട്ട് ജീവനക്കാരെ എടുക്കാറുണ്ട്. ഒരു നിശ്ചിത വർഷം ട്രെയിനിങ് പൂർത്തിയാക്കിയതിന് ശേഷം അവർക്ക് സ്ഥിര നിയമനം കൊടുക്കുന്നു, അല്ലെങ്കിൽ വിവിധ തസ്തികകളിൽ നിയമനം നൽകുന്ന രീതി. ജീവനക്കാർക്ക് പരിശീലനം കൊടുക്കുന്ന ഒരു ഓൺ ദ ജോബ് ട്രെയിനിങ് രീതിയാണ് അപ്പോൾ അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാം എന്ന് പറയുന്നത്. സെക്കൻഡ് മെത്തേഡ് ഈസ് കോച്ചിങ്.
കോച്ചിങ് നൽകുക. ഒരു മേലുദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഒരു സൂപ്പർവൈസർ ഇൻഡിവിജ്വലായിട്ട് തൻ്റെ കീഴിലുള്ള ഒരു ജീവനക്കാരന് പരിശീലനം നൽകുകയാണെങ്കിൽ അത് കോച്ചിങ് ആണ്. The superior guides and instruct the trainee as a coach. ഒരു കോച്ച്, ഒരു പരിശീലകൻ നമുക്കറിയാം. സ്പോർട്സിൻ്റെയൊക്കെ കോച്ചുമാരെ കുറിച്ച് നമുക്കറിയാം. He also periodically reviews the trainees' progress and suggest changes required in behavior and performance. The trainee works directly with a senior and takes full responsibility for the trainees' coaching. അപ്പോൾ ഒരു മേലുദ്യോഗസ്ഥൻ്റെയോ ഒരു സൂപ്പർവൈസറുടെയോ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ പരിശീലനം നേടുന്നതാണ് കോച്ചിങ് എന്ന് പറയുന്നത്. കോച്ചിങ് എന്ന് പറയുന്നത് സാധാരണ വ്യക്തിഗതമായിരിക്കും. ഒരു സൂപ്പർവൈസർ അല്ലെങ്കിൽ സുപ്പീരിയർ ഏതെങ്കിലും ഒരു കീഴ് ജീവനക്കാരന് പരിശീലനം കൊടുക്കുന്ന രീതി, തൊഴിൽ ചെയ്തുകൊണ്ട് തന്നെ പരിശീലനം നൽകുന്ന രീതിയാണ്. ഇവിടെ കൂടുതൽ ഇൻഡിവിജ്വൽ അറ്റൻഷൻ ലഭിക്കാൻ അത് സഹായകരമാണ്. അവിടെ സുപ്പീരിയർ അല്ലെങ്കിൽ സൂപ്പർവൈസർ നേരിട്ട് പരിശീലനം കൊടുക്കുകയാണ്. ഓരോ ജോലികൾ ഏൽപ്പിച്ചുകൊണ്ട് തൻ്റെ കീഴിലുള്ള ആൾക്ക് പരിശീലനം കൊടുക്കുകയാണ്. നമ്മുടെ നാട്ടിലൊക്കെ ബസ്സുകളിൽ കണ്ടക്ടറായിട്ട് ട്രെയിനിങ്ങിന് വിധേയമാകുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു കണ്ടക്ടറെ കീഴിൽ പുതുതായിട്ടുള്ള കണ്ടക്ടേഴ്സ് പരിശീലനം നേടാറുണ്ട്. ആ ബസ്സിലേക്ക് പിന്നീട് പരിശീലനം പൂർത്തിയാക്കി കണ്ടക്ടറായിട്ട് ജോലിയിൽ പ്രവേശിക്കാനുള്ളവർക്ക് പരിശീലനം നിലവിലുള്ള സീനിയറായിട്ടുള്ള ബസ് കണ്ടക്ടേഴ്സ് നൽകാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുത്തുകൊണ്ടുള്ള പരിശീലന രീതിയാണ് കോച്ചിങ്ങിലുള്ളത്. ദെൻ ദ തേർഡ് ടൈപ്പ് ഓഫ് ഓൺ ദ ജോബ് ട്രെയിനിങ് ഈസ് ഇൻറ്റേൺഷിപ്പ് ട്രെയിനിങ് എന്ന് പറയും. ഇൻറ്റേൺഷിപ്പ് ട്രെയിനിങ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കൊളാബറേറ്റീവ് ആക്ടിവിറ്റി ബിറ്റ്വീൻ വൊക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആൻഡ് ബിസിനസ് എൻ്റർപ്രൈസസ്. അപ്പോൾ ബിസിനസ് സ്ഥാപനവും ഒരു വൊക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടും തമ്മിൽ ഒരു കൊളാബറേഷനിൽ പരിശീലനം കൊടുക്കുകയാണ്. അപ്പോൾ ഇൻറ്റേൺഷിപ്പ് പൂർത്തിയാക്കുന്നവർക്ക്, തൃപ്തികരമായി പൂർത്തിയാക്കുന്നവർക്ക് ചിലപ്പോൾ എന്താണ് കമ്പനി പ്ലേസ്മെൻറ്റും കൊടുക്കാറുണ്ട്, അവരെ അബ്സോർവ് ചെയ്യാറുണ്ട്. അപ്പോൾ പഠനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ഒരു സ്ഥാപനത്തിൽ പ്രായോഗിക പരിശീലനം നേടലാണ് ഇൻറ്റേൺഷിപ്പ് ട്രെയിനിങ് എന്ന് പറയുക. അപ്പോൾ നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്നു അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിക്കുന്നു, പ്രത്യേകിച്ചും എഞ്ചിനീയറിംഗ് കോഴ്സുകളോ അല്ലെങ്കിൽ MBA പോലുള്ള കോഴ്സുകളോ ഒക്കെ ചെയ്യുമ്പോൾ ആ സ്ഥാപനവും അതോടൊപ്പം തന്നെ മറ്റ് ബിസിനസ് സ്ഥാപനങ്ങളുമായിട്ട് കൈകോർത്തുകൊണ്ട് അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് പ്രായോഗിക പരിശീലനം കൊടുക്കാറുണ്ട്. തൊഴിലിടത്ത് തന്നെ, യഥാർത്ഥ തൊഴിൽ സിറ്റുവേഷനിൽ തന്നെ പരിശീലനം നൽകാറുണ്ട്. അതാണ് ഇൻറ്റേൺഷിപ്പ് ട്രെയിനിങ് എന്ന് പറയുന്നത്. ഇൻറ്റേൺഷിപ്പ് ട്രെയിനിങ്ങിനും സ്റ്റൈഫൻഡുകൾ നൽകുന്ന സ്ഥാപനങ്ങളുണ്ട്. ചില സ്ഥാപനങ്ങൾ സ്റ്റൈഫൻഡ് നൽകാറില്ല, കാരണം അത് പഠനത്തിൻ്റെ ഭാഗമെന്ന നിലയിൽ. എന്നാൽ ജോലി സ്ഥലത്ത് യഥാർത്ഥ ജോലി ചെയ്യുന്നതുകൊണ്ട് ചില സ്ഥാപനങ്ങൾ പ്രതിഫലം നൽകാറുമുണ്ട്. അപ്പോൾ ഇൻറ്റേൺഷിപ്പ് ട്രെയിനിങ് എന്ന് പറയുന്നത് ഒരു പഠനത്തിൻ്റെ ഭാഗമായിട്ട് ഒരു സ്ഥാപനത്തിൽ പ്രായോഗിക പരിശീലനം നേടലാണ്. അപ്പോൾ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ഥാപനത്തിൽ തന്നെ ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ അതിലൂടെ ഉണ്ടാകുന്നുണ്ട്. Then the next type of on the job training is job rotation. നാലാമത്തെ ഓൺ ദ ജോബ് ട്രെയിനിങ് രീതിയാണ് ജോബ് റൊട്ടേഷൻ. സാധാരണ ബാങ്കിങ് സ്ഥാപനങ്ങളിലൊക്കെ ജോബ് റൊട്ടേഷൻ രീതിയിലാണ് പരിശീലനം കൊടുക്കാറ്. അവിടെ സിസ്റ്റമാറ്റിക്കലി ഷിഫ്റ്റഡ് ഫ്രം വൺ ജോബ് ടു അനദർ. ഈ രീതിയിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലെ വിവിധ സെക്ഷനുകളിലേക്ക് മാറി മാറി നിയോഗിച്ചുകൊണ്ട് പരിശീലനം കൊടുക്കുന്ന രീതിയാണുള്ളത്. ജോബ് മാറി മാറി കൊടുക്കുന്നു. വിവിധ സെക്ഷനുകളിൽ അല്ലെങ്കിൽ പല ജോബ് പൊസിഷനിൽ പ്ലേസ് ചെയ്തുകൊണ്ട് നിശ്ചിത ഇടവേളകളിൽ അവരെ ഷിഫ്റ്റ് ചെയ്യുന്നു, മാറ്റി മാറ്റി നിയമിക്കുന്നു പല സെക്ഷനുകളിൽ, പല ജോബ് പൊസിഷനിൽ.
thereby they get experience with different jobs. അപ്പോൾ ഒരു സ്ഥാപനത്തിലെ വിവിധ സെക്ഷനുകളിൽ എന്ത് നടക്കുന്നു എന്ന് കൃത്യമായിട്ട് അറിയാൻ പുതിയൊരു ജീവനക്കാരന് ഏറ്റവും സഹായകരമാണ് ജോബ് റൊട്ടേഷൻ. അപ്പോൾ ജോബ് റൊട്ടേഷനിലൂടെ ഏത് സെക്ഷനിലെ അല്ലെങ്കിൽ ഏത് ജോബ് പൊസിഷനിലാണ് കൂടുതൽ പെർഫോം ചെയ്യാൻ ആ ജീവനക്കാരന് കഴിയുമെന്ന് മേലുദ്യോഗസ്ഥർക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം ആ സ്ഥാപനത്തിലെ വിവിധ സെക്ഷനുകൾ മാറി മാറി ജോലി എടുത്തുകൊണ്ട് പരിശീലനം നേടുന്ന രീതിയാണത്. അതുകൊണ്ട് തന്നെ അയാൾക്ക് കൂടുതൽ അഭിരുചിയുള്ള കൂടുതൽ താല്പര്യമുള്ള മേഖല കണ്ടെത്താനും ആ ജോബ് പൊസിഷനിൽ സ്ഥിര നിയമനം കൊടുക്കാനുമൊക്കെ ജോബ് റൊട്ടേഷൻ ട്രെയിനിങ് രീതി സഹായിക്കുന്നുണ്ട്. ബാങ്കിങ്, ഇൻഷുറൻസ് സ്ഥാപനങ്ങളൊക്കെ ജോബ് റൊട്ടേഷൻ ബേസിസിലാണ് ട്രെയിനിങ് കൊടുക്കുന്നത്. അവിടെ വിവിധ തസ്തികകളിൽ അല്ലെങ്കിൽ വിവിധ സെക്ഷനുകളിൽ അല്ലെങ്കിൽ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിശ്ചിത കാലയളവിൽ ജോലി മാറി മാറി നൽകിക്കൊണ്ടാണ് ജോബ് റൊട്ടേഷൻ രീതിയിൽ പരിശീലനം കൊടുക്കുന്നത്. തുടർന്ന് നമുക്ക് ഓഫ് ദ ജോബ് ട്രെയിനിങ് മെത്തേഡ്സിനെ കുറിച്ച് കാണാം. ഹിയർ ഇമ്പാർട്ടിംഗ് ട്രെയിനിങ് ഔട്ട്സൈഡ് ദ വർക്ക് പ്ലേസ്. തൊഴിൽ സ്ഥലത്തിന് വെളിയിൽ പരിശീലനം കൊടുക്കുകയാണ്. ചിലപ്പോൾ ട്രെയിനിങ് സെൻറ്ററിലോ അല്ലെങ്കിൽ പ്രത്യേക സംവിധാനം ഒരുക്കിയോ വർക്ക് പ്ലേസിന് വെളിയിൽ പരിശീലനം കൊടുക്കുന്ന രീതിയാണ് ഓഫ് ദ ജോബ് ട്രെയിനിങ് എന്ന് പറയുന്നത്. തൊഴിൽ സ്ഥലത്തിന് വെളിയിലാണ് പരിശീലനം നൽകുന്നത്. ഓഫ് ദ ജോബ് ട്രെയിനിങ്, ഇമ്പാർട്ടിംഗ് ട്രെയിനിങ് ഔട്ട്സൈഡ് ദ വർക്ക് പ്ലേസ്. ട്രെയിനിങ് പൂർത്തിയാക്കിയതിന് ശേഷമാണ് യഥാർത്ഥ വർക്ക് പ്ലേസിൽ അവർ ജോലി ചെയ്യുന്നത്. പരിശീലനം പൂർത്തിയാക്കിയതിന് ശേഷം യഥാർത്ഥ വർക്ക് പ്ലേസിൽ ജോലി ചെയ്യുന്ന രീതിയാണ് അവിടെയുള്ളത്. ആ പഠിച്ച കാര്യങ്ങളുടെ വെളിച്ചത്തിൽ അവർ ജോലിയെടുക്കുന്നു പിന്നീട് ട്രെയിനിങ് പൂർത്തിയാക്കിയതിന് ശേഷം. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ഓഫ് ദ ജോബ് ട്രെയിനിങ് രീതികൾ നമുക്ക് നോക്കാം. ആദ്യമായി ക്ലാസ് റൂം ലെക്ചേഴ്സ് ആൻഡ് കോൺഫറൻസസ്. ലെക്ചർ ക്ലാസ്സുകളിലൂടെ അല്ലെങ്കിൽ കോൺഫറൻസുകൾ വിളിച്ചുകൊണ്ട് ജീവനക്കാർക്ക് പരിശീലനം കൊടുക്കാം. ഇറ്റ് ഈസ് മോർ സ്യൂട്ടബിൾ ടു കൺവേ ഇൻഫർമേഷൻ, റൂൾസ്, പ്രൊസീജിയേഴ്സ് എക്സെട്ര. അപ്പോൾ പുതിയ കാര്യങ്ങളൊക്കെ ജീവനക്കാരെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ക്ലാസ് റൂം ലെക്ചേഴ്സ് നടത്താം. അല്ലെങ്കിൽ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ കോൺഫറൻസുകൾ വിളിച്ചുകൊണ്ട് അവിടെ മാറ്റങ്ങൾ അറിയിക്കാം. അപ്പോൾ കോൺഫറൻസുകളിലൂടെ, ക്ലാസ് റൂം ലെക്ചേഴ്സിലൂടെ പുതിയ കാര്യങ്ങളൊക്കെ ജീവനക്കാരിൽ എത്തിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ അവർക്ക് പരിശീലനം കൊടുക്കാൻ സാധിക്കും. ക്ലാസ് റൂം ലെക്ചേഴ്സ് ആൻഡ് കോൺഫറൻസസ് ആർ ആൻ ഇമ്പോർട്ടൻറ്റ് മെത്തേഡ് ഓഫ് ദ ജോബ് ട്രെയിനിങ്. ആൻഡ് സെക്കൻഡ്ലി, ഫിലിം ഷോസ്. Here, information is imparted through demonstration. വീഡിയോസ് ഉപയോഗിച്ചുകൊണ്ടുള്ള ക്ലാസ്സുകൾ നൽകാം. ഒരു മെഷീൻ പ്രവർത്തിപ്പിക്കുന്നതിനുള്ള പരിശീലനം അവിടെ വീഡിയോ ക്ലാസ്സുകൾ ഉപയോഗിച്ച് നൽകാവുന്നതാണ്. അപ്പോൾ ഫിലിം ഷോസ് സഹായകരമാണ് ട്രെയിനിങ് നൽകുന്നതിന് വേണ്ടിയിട്ട്. ആൻഡ് തേർഡ് വൺ ഈസ് കേസ് സ്റ്റഡി. കേസ് സ്റ്റഡിയിലൂടെ ആക്ച്വൽ എക്സ്പീരിയൻസസ് ഓഫ് മാനേജേഴ്സ് ആർ ഗിവൺ ടു ദ ട്രെയിനീസ് ടു ഫൈൻഡ് സ്യൂട്ടബിൾ സൊല്യൂഷൻസ്. അപ്പോൾ അവിടെ കേസസ് ഡിസ്കസ് ചെയ്യുന്നു. മാനേജേഴ്സ് അവരുടെ എക്സ്പീരിയൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഓരോ സിറ്റുവേഷൻ അവിടെ ഡിസ്കസ് ചെയ്യുകയും അതിന് പോസിബിൾ സൊല്യൂഷൻസ് അവിടെ ട്രെയിനീസ് കണ്ടെത്തുകയും അതിലൂടെ പഠനം സാധ്യമാക്കുകയും ചെയ്യുന്നു. സോ കേസ് സ്റ്റഡി ഈസ് ഓൾസോ another method of the job training. Then the next one is computer modeling. കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളുടെ സഹായത്തോടു കൂടി പഠനം സാധ്യമാണ്. റിയാലിറ്റീസ് ഓഫ് ജോബ്സ് imitated through computer program. Here trainees memorize the situation and minimize mistakes in real job. പല സ്ഥാപനങ്ങളും നമുക്കറിയാം
ഡ്രൈവിംഗ് പരിശീലനം നൽകുന്നത് കമ്പ്യൂട്ടർ മോഡലിങ്ങിലൂടെ ചെയ്യാറുണ്ട്. സ്റ്റിയറിങ്ങും ക്ലച്ചും ഗിയറുമൊക്കെ അവിടെ ഒരു റൂമിൽ സെറ്റ് ചെയ്തിട്ട് പ്രായോഗിക പരിശീലനം നൽകുന്നവരുണ്ട്. ആദ്യം തന്നെ കാറിലോ ഒരു വാഹനത്തിൽ പരിശീലനം കൊടുക്കുമ്പോൾ അപകട സാധ്യതകൾ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും, അവിടെ മിസ്റ്റേക്സ് കുറയ്ക്കാൻ സാധിക്കും. ആ രീതിയിലൊരു കമ്പ്യൂട്ടർ മോഡലിംഗ് രീതി ഡ്രൈവിങ്ങിന് ഉപയോഗിക്കുന്നുവെങ്കിൽ ആ ഡ്രൈവിംഗ് സ്കൂളിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റിമുലേഷൻ സെറ്റ് ചെയ്യാം. അപ്പോൾ അത്തരത്തിൽ ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിൻ്റെ സഹായത്തോടു കൂടി ഒരു റിയൽ സിറ്റുവേഷന് സമാനമായ രീതി ഉണ്ടാക്കിക്കൊണ്ട് പരിശീലനം കൊടുക്കുന്ന രീതിക്കാണ് കമ്പ്യൂട്ടർ മോഡലിംഗ് രീതി എന്ന് പറയുക. അവിടെ ഒരു ജോബിന് സമാനമായ ജോബ് സിറ്റുവേഷൻ സമാനമായിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ് വെർച്വലായിട്ട് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യുകയും അതിൽ പരിശീലനം കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ അവിടെ അപകടങ്ങൾ ഒഴിവാക്കാനും മിസ്റ്റേക്കുകൾ മിനിമൈസ് ചെയ്യാനുമൊക്കെ ആ കമ്പ്യൂട്ടർ മോഡലിംഗ് രീതി പ്രയോജനപ്രദമാണ്. Then the next type of the job training method is vestibule training. Vestibule training. An actual work situation is created in a classroom. Here the same materials and equipments are used for training. വെസ്റ്റിബ്യൂൾ എന്ന് പറഞ്ഞാൽ തന്നെ വരാന്ത എന്നുള്ളൊരു അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. ഇടനാഴി അല്ലെങ്കിൽ വരാന്ത എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ഈ പറയുന്ന ഫാക്ടറിക്ക് ഉള്ളിൽ തന്നെ ഒരു പരിശീലനത്തിന് വേണ്ടിയിട്ടുള്ളൊരു സംവിധാനം ഒരുക്കുന്നു. ആക്ച്വൽ വർക്ക് സൈറ്റിലല്ല, അതിനോട് ചേർന്നിട്ടുള്ള ഒരു കൃത്രിമ വർക്ക് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു വർക്ക് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. അവിടെ വെച്ച് പരിശീലനം കൊടുക്കുന്ന രീതിയാണ് വെസ്റ്റിബ്യൂൾ ട്രെയിനിങ്ങിനുള്ളത്. ഹിയർ ആൻ ആക്ച്വൽ വർക്ക് സിറ്റുവേഷൻ ഈസ് ക്രിയേറ്റഡ് ഇൻ എ ക്ലാസ് റൂം. Here the same materials and machinery and equipments are used for training. അപ്പോൾ യഥാർത്ഥ വർക്ക് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അവിടെ പരിശീലനം കൊടുക്കുന്ന രീതിയാണ് വെസ്റ്റിബ്യൂൾ ട്രെയിനിങ്ങിലുള്ളത്. അപ്പോൾ അതിലൂടെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള റിസ്കി ആയിട്ടുള്ള ജോബുകൾക്ക് പരിശീലനം കൊടുക്കാൻ സാധിക്കും. യഥാർത്ഥ വർക്ക് പ്ലേസിൽ മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അപകടങ്ങൾക്കുള്ള സാധ്യത കൂടുതലാണ്. അതോടൊപ്പം തന്നെ പരിശീലനത്തിലൂടെ പല ഉപകരണങ്ങളും നശിച്ചു പോകാൻ അല്ലെങ്കിൽ അവിടെ ഡാമേജ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വളരെ റിസ്ക്കുള്ള ജോലികൾ പരിശീലിപ്പിക്കാൻ വേണ്ടി വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് സെൻറ്റേഴ്സ് വേണമെങ്കിൽ ആരംഭിക്കാവുന്നതാണ്. കൃത്രിമമായിട്ട് ആ വർക്ക് സിറ്റുവേഷനും മെഷീനുകളും സെറ്റ് ചെയ്തിട്ട് അവിടെ പരിശീലനം കൊടുക്കുക. അതിന് പരിശീലനം പൂർത്തിയാക്കിയതിന് ശേഷം യഥാർത്ഥ വർക്ക് സൈറ്റിൽ അവരെ വർക്കിൽ എൻഗേജ് ചെയ്യിപ്പിക്കുക. അപ്പോൾ വർക്ക് സൈറ്റിന് വെളിയിലുള്ള പരിശീലന രീതി തന്നെയാണ് അപ്പോൾ വെസ്റ്റിബ്യൂൾ ട്രെയിനിങ്ങിലും അനുവർത്തിക്കുന്നത്. അടുത്താണ് ദ ലാസ്റ്റ് വൺ ഈസ് പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻസ്. ഓഫ് ദ ജോബ് ട്രെയിനിങ് രീതിയിൽ മറ്റൊരു രീതിയാണ് പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുക. അല്ലെങ്കിൽ ഇതൊരു മോഡ്യൂൾ ട്രെയിനിങ് ആണ്. മോഡ്യൂളുകൾ തയ്യാറാക്കി ആ പരിശീലനത്തിന് പ്രത്യേക മോഡ്യൂളുകൾ തയ്യാറാക്കുകയും ആ മോഡ്യൂളുകൾ പിന്തുടർന്നുകൊണ്ട് പഠിതാക്കൾ പഠിക്കുകയും ചെയ്യാം. അതാണ് പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻസ്, അല്ലെങ്കിൽ മോഡ്യൂൾ ഉപയോഗിച്ചുള്ള ട്രെയിനിങ് എന്നൊക്കെ വിശേഷിപ്പിക്കാറുണ്ട്. എ ന്യൂ സബ്ജക്റ്റ് ഈസ് ഗിവൺ ടു ദ ട്രെയിനി ഇൻ എ ഗ്രേഡഡ് സീക്വൻസ്. ട്രെയിനീസ് വർക്ക് ത്രൂ ഇറ്റ് ആൻഡ് ഓൾസോ ടെസ്റ്റ് ദെയർ കോംപ്രിഹെൻഷൻ ബൈ ആൻസറിങ് സം ക്വസ്റ്റ്യൻസ്. ഓരോ മോഡ്യൂളിൻ്റെ അവസാനം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഓരോ വർക്കുകൾ അസൈൻ ചെയ്തിട്ടുണ്ടാവാം. ആ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് അടുത്ത മോഡ്യൂളിലേക്ക് പ്രവേശിക്കേണ്ടത്. അങ്ങനെ വിവിധ മോഡ്യൂളുകൾ കടന്നുപോയി പഠനം പൂർത്തിയാക്കുന്ന രീതിയാണ് പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻസിലുള്ളത്. സോ ദീസ് ഓൾ ആർ ദ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് ഓൺ ദ ജോബ് ട്രെയിനിങ് ആൻഡ് ഓൾസോ ഓഫ് ദ ജോബ് ട്രെയിനിങ്. ഒന്നുകൂടി റിവൈസ് ചെയ്ത് നോക്കുക.
training methods are broadly classified into two: on-the-job training methods and off-the-job training methods. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ഓൺ-ദ-ജോബ് ട്രെയിനിങ് മെത്തേഡ്സ്? അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ്, കോച്ചിങ്, ഇന്റേൺഷിപ്പ് ട്രെയിനിങ് ആൻഡ് ഓൾസോ ജോബ് റൊട്ടേഷൻ. ആൻഡ് മേജർ ഓഫ്-ദ-ജോബ് ട്രെയിനിങ് മെത്തേഡ്സ് ആർ lectures, conferences, film shows, case study, computer modeling, vestibule training and also programmed instructions. So that is the end of this chapter. സ്റ്റാഫിംഗ് എന്നുള്ള പാഠം ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ കാണുന്ന എല്ലാവരെയും നന്ദി അറിയിക്കുന്നു. താങ്ക് യു ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.